നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ശിവപുരാണത്തിലെ പരമശിവൻ മൃത്യുഞ്ജയനായ കഥയാണ് ഇന്ന് പറയുന്നത്. ബ്രഹ്മാവിന്റെ പുത്രനാണ് ഭൃഗു. ഭൃഗുവിന്റെ പൗത്രനാണ് മൃഗണ്ഡു. മൃഗണ്ഡു വിവാഹിതനായി വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന് സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല. മൃഗണ്ഡു തന്റെ മുത്തച്ഛനായ ഭൃഗുവിനോട് തന്റെ ദുഃഖത്തിനുള്ള പരിഹാരം എന്തെന്ന് അന്വേഷിച്ചു. നിന്റെ ദുഃഖം പരിഹരിക്കുവാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കുകയുള്ളൂ. നീ മഹാദേവനെ പ്രസാദിപ്പിക്കുക എന്ന് ഭൃഗു ഉപദേശിച്ചു. ആ ഉപദേശപ്രകാരം മൃഗണ്ഡു ശിവതപസ്സിൽ മുഴുകി. ഒടുവിൽ പ്രസന്നനായ ശിവൻ മൃഗണ്ഡുവിന്റെ മുൻപിൽ പ്രത്യക്ഷനായി. മൃഗണ്ഡു പരമശിവനോട് അപേക്ഷിച്ചു, ദേവാ, അപുത്ര ദുഃഖത്താൽ വിഷമിക്കുന്ന എന്നെ ഈ ദുഃഖസമുദ്രത്തിൽ നിന്നും കരകയറ്റിയാലും. അതു കേട്ട പരമശിവൻ ഇങ്ങനെ പറഞ്ഞു, ശരി, നിന്റെ ഇച്ഛ പോലെ. എന്നാൽ പ്രിയ ഭക്ത, നിനക്ക് ഞാൻ പരീക്ഷണത്തിനുള്ള ഒരവസരം കൂടി നൽകുന്നു. എന്തെന്നാൽ 16ാമത്തെ വയസ്സിൽ അന്തരിക്കുന്നതും അതിബുദ്ധിമാനും പണ്ഡിതനും വിവേകിയും ഭക്തനുമായ പുത്രനെ നിനക്ക് വേണോ, അതോ ദീർഘായുസ്സുള്ള മഠയനും അവിവേകിയുമായ പുത്രനെ വേണോ? ഏത് വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാവുന്നതാണ്. മൃഗണ്ഡു ചിന്താകുഴപ്പത്തിലായി. ഏവരും ആദരിക്കത്തക്ക ഒരു പുത്രൻ പിറക്കുക ഭാഗ്യം തന്നെയാണ്. എന്നാൽ അവന്റെ അകാല മരണം താങ്ങുന്നതെങ്ങനെയാണ്? പക്ഷേ അവിവേകിയായ ഒരു പുത്രൻ ദീർഘനാൾ ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലം? ഒടുവിൽ മൃഗണ്ഡു ഭഗവാനോട് അപേക്ഷിച്ചു, ആശ്രിത വത്സല, എനിക്ക് 16ാമത്തെ വയസ്സിൽ അന്തരിക്കുമെങ്കിലും വിവേകിയായ പുത്രൻ മതി. അങ്ങനെയാകട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അധികകാലം കഴിയുന്നതിന് മുൻപ് തന്നെ മൃഗണ്ഡുവിന് ഒരു പുത്രൻ ജനിച്ചു. മൃഗണ്ഡു മകന് മാർക്കണ്ഡേയൻ എന്ന് നാമകരണം ചെയ്തു. ശൈശവത്തിൽ തന്നെ അവൻ സർവവിദ്യാ പാരംഗതനായി തീർന്നു. വേദശാസ്ത്രങ്ങളിൽ അവൻ ഗുരുക്കന്മാരെ പോലും അതിശയിപ്പിക്കുന്ന പാടവം പുലർത്തി. അവന്റെ ഗുരുസ്നേഹവും ശ്ലാഘനീയം തന്നെയായിരുന്നു. മകന്റെ ഈ പ്രവൃത്തികൾ മൃഗണ്ഡുവിനെ ആനന്ദിപ്പിച്ചു. അതോടൊപ്പം തന്നെ മൃഗണ്ഡുവിൻ്റെയും പത്നിയുടെയും ഹൃദയം ദുഃഖപൂരിതമായി കൊണ്ടിരുന്നു. ഒരിക്കൽ പ്രാർത്ഥനാ നിരതനായിരുന്ന ബാലനെ നോക്കി മൃഗണ്ഡുവും പത്നിയും കണ്ണുനീർ തൂകി. ഇക്കാര്യം ശ്രദ്ധിച്ച മാർക്കണ്ഡേയൻ അന്വേഷിച്ചു, പിതാവേ, മാതാവേ, അറിയിച്ചാലും എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? ഏത് സന്തോഷാവസ്ഥയിൽ പോലും ഈ മുഖങ്ങളിൽ ശോകത്തിന്റെ നിഴലാണ് കാണുന്നത്. എന്റെ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പുവാൻ എന്റെ കൈകൾ സന്നദ്ധമാകേണ്ടതല്ലേ? അവർ പുത്രനെ ആലിംഗനം ചെയ്തു. നെറുകയിൽ തെരുതെരെ ചുംബിച്ചു. ഗദ്ഗദം അടക്കിക്കൊണ്ട് മൃഗണ്ഡു അറിയിച്ചു, മകനെ, നീയാണ് ഞങ്ങളുടെ ആനന്ദവും ദുഃഖവും. ഉണ്ണി, അപുത്ര ദുഃഖത്തീയിൽ വെന്തെരിഞ്ഞ ഞങ്ങൾക്ക് കൈലാസനാഥന്റെ അനുഗ്രഹത്താൽ പിറന്നവനാണ് നീ. എന്നാൽ നിന്നെ ഞങ്ങൾക്ക് അടുത്തു തന്നെ നഷ്ടമാകും. ആ ദുഃഖം ഞങ്ങൾ എങ്ങനെയാണ് സഹിക്കുക? പിതാവേ, പറഞ്ഞാലും എന്നെ സംബന്ധിക്കുന്നതായ എല്ലാ വസ്തുതകളും അറിയിക്കുക. മാർക്കണ്ഡേയൻ ശാഠ്യം പിടിച്ചു. അങ്ങനെ മൃഗണ്ഡു മകനെ സംബന്ധിക്കുന്നതായ എല്ലാ വിവരങ്ങളും അവനെ അറിയിച്ചു. അന്നു മുതൽ കുടുംബജീവിതം ഉപേക്ഷിച്ച് ജഡാവൽക്കലധാരിയായി മാർക്കണ്ഡേയൻ തപസ്സിനായി ജീവിതം മാറ്റിവെച്ചു. അവൻ ശിവാരാധനയിൽ രാപ്പകലുകൾ കഴിച്ചുകൂട്ടി. നാളുകൾ കടന്നുപോയി. മാർക്കണ്ഡേയന് 16 വയസ്സ് തികഞ്ഞു. കാലദൂതന്മാർ മാർക്കണ്ഡേയനെ തേടി വന്നു. പക്ഷേ അവർക്ക് ഒന്നും പ്രവർത്തിക്കാനായില്ല. സാക്ഷാൽ ശിവഭഗവാനിൽ മനസ്സുറപ്പിച്ച് ശിവലിംഗത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് മാർക്കണ്ഡേയൻ ഇരിക്കുന്നു. അവന്റെ നേരെ കാലപാശം പ്രയോഗിക്കുവാൻ ഭയത്താൽ കാലദൂതന്മാർക്ക് കഴിഞ്ഞില്ല. നിരാശരായി ദൂതന്മാർ മടങ്ങിയെത്തി. യമദേവനെ വിവരമറിയിച്ചു. വിവരങ്ങൾ ഗ്രഹിച്ച യമൻ കുപിതനായി. തന്റെ മരണപാശത്തിൽ നിന്നും രക്ഷ നേടാൻ ആരാലും സാധ്യമല്ല. മാർക്കണ്ഡേയന്റെ ദിനം ഇന്നാണ്. ആ വിധി ലംഘിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ കാലൻ തന്നെ നേരിട്ടു വന്നു. ശിവലിംഗത്തെ ആലിംഗനം ചെയ്ത് യാചനാഭാവവുമായി ഇരിക്കുന്ന യുവാവിനെ കാലനൊന്നു നോക്കി. അതിനുശേഷം അദ്ദേഹം കാലപാശം അവനു നേരെ വീശിയെറിഞ്ഞു.
മാർക്കണ്ഡേയന്റെ ശിരസും ഒപ്പം ശിവലിംഗവും കാലപാശത്തിനുള്ളിലായി. ഭഗവാൻ ശിവൻ കുപിതനായി മാറി. ത്രിലോകങ്ങളെയും ദഹിപ്പിക്കുവാൻ പോന്ന ക്രോധവുമായി സാക്ഷാൽ മഹേശൻ ശിവലിംഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. ഹേ ധിക്കാരി, എൻ്റെ പ്രിയഭക്തനെ വധിക്കുവാനാണോ നിന്റെ ഉദ്യമം? സാക്ഷാൽ ബ്രഹ്മ വിഷ്ണുദേവന്മാർ പോലും നമിക്കുന്ന എനിക്ക് നേരെയും നീ കാലപാശം പ്രയോഗിച്ചുവോ? കാല, നിന്റെ അഹങ്കാരത്തിന്റെ അന്ത്യദിനം ഇന്നാണ്. ഇപ്രകാരം ആക്രോശിച്ചുകൊണ്ട് മഹേശൻ തന്റെ ത്രിശൂലം കാലനു നേരെ പ്രയോഗിച്ചു. ക്ഷണനേരത്തിനുള്ളിൽ കാലൻ ഭസ്മമായി മാറി. ഭക്തിയിൽ ലയിച്ചു നിന്ന മാർക്കണ്ഡേയനെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഭക്ത, നിന്റെ നിഷ്കളങ്ക ഭക്തിയാൽ എൻ്റെ മനം കുളിർത്തിരിക്കുന്നു. ഇനി മരണത്തിനും നിന്നെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുക. മാർക്കണ്ഡേയ, നിനക്കെന്നും 16 വയസ്സു തന്നെ ആയിരിക്കും. നീ അമരനായി തീരും. മഹാദേവന്റെ അനുഗ്രഹ വാക്കുകൾ കേട്ട മാർക്കണ്ഡേയൻ ആനന്ദാശ്രുക്കൾ തൂകി ഭഗവാന്റെ പാദം നമിച്ചു. സർവജീവജാലങ്ങൾക്കും നാശഹേതുവായ കാലനെ തന്റെ ഭക്ത സംരക്ഷണാർത്ഥം വധിച്ച ഭഗവാനെ അന്നു മുതൽ മൃത്യുഞ്ജയൻ എന്ന പേരിൽ ഭക്തർ സ്തുതിച്ചു തുടങ്ങി. മാർക്കണ്ഡേയന്റെ ഭക്തി മൃത്യുവിനെ പോലും അതിജീവിച്ചു. ഭഗവാൻ മൃത്യുഞ്ജയന്റെ ദയാവായ്പിൽ മൃഗണ്ടുവും പത്നിയും അതിരറ്റ് സന്തോഷിച്ചു. അവർ ശേഷകാലം തന്റെ പുത്രനോടൊന്നിച്ച് വൽക്കലധാരികളായി ഭഗവത് സ്തുതികളിൽ ലയിച്ചു ചേർന്നു. നന്ദി.